ദക്ഷിണ സ്വീകരിച്ചിട്ട് ബ്രാഹ്മണൻ യജമാനെ ഉപേക്ഷിക്കുന്നു. വിദ്യ ആർജിച്ചതിനു ശേഷം ശിഷ്യൻ ഗുരുവിനെയും കത്തിയ വനത്തെ മാനുകളും ഉപേക്ഷിക്കുന്നു. ബ്രാഹ്മണൻ ദക്ഷിണ സ്വീകരിച്ച് യജമാനന്റെ അടുത്ത് നിന്നും പോകുന്നതിനും മാനുകൾ കത്തിയെരിയുന്ന വനം ഉപേക്ഷിക്കുന്നതും ഒരു സാധാരണ കാര്യം. ഗുരുക്കന്മാർക്കും ഗുരുവിന്റെ ഉപദേശങ്ങൾക്കും വളരെയധികം മഹത്വം കൽപ്പിച്ച വ്യക്തിയായിരുന്നു ചാണക്യൻ. രാഷ്ട്രതന്ത്രജ്ഞനും കവിയും ഉത്തമ ശിഷ്യനുമായിരുന്നു ചാണക്യൻ. മൂന്നാമത്തെ വരിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കാം ഈ സുഭാഷിതം രചിച്ചത്. വിദ്യയാർജിച്ചതിനു ശേഷം ഗുരുക്കന്മാരെ തള്ളിപ്പറയുന്ന കൃതജ്ഞനരഹിതരായ ശിഷ്യരെ ഉദ്ദേശിച്ചായിരിക്കാം ഇത് എഴുതിയത്. ഗുരുത്വം എന്നത് കേവലം പഠനകാലത്ത് മാത്രം വേണ്ടതല്ല, അത് ആജീവനാന്തരം നിലനിൽക്കണമെന്നാണ് പറയുക. ഗുരുശാപമേറ്റാൽ ജീവിതത്തിൽ ഒരിക്കലും മുന്നേറുവാൻ സാധിക്കുകയില്ല. ദൈവം കോപിച്ചാൽ ഗുരുവുണ്ട് രക്ഷിക്കാൻ, എന്നാൽ ഗുരു കോപിച്ചാൽ ആരും ഉണ്ടാകില്ല രക്ഷിക്കാൻ എന്നാണ് അർത്ഥം. ശ്രീരാമകൃഷ്ണ പരമഹംസനെ പോലെയുള്ള ഒരു ഗുരുവിനെ ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ വിവേകാനന്ദൻ എന്ന വ്യക്തി ഉണ്ടാകുമായിരുന്നില്ല എന്ന് അദ്ദേഹം സാഹിത്യ സർവസ്വത്തിൽ എഴുതിയിട്ടുണ്ട്. ചാണക്യൻ എന്ന രാജഗുരുവിന്റെ ഉപദേശ നിർദ്ദേശത്താലാണ് ചന്ദ്രഗുപ്തൻ ഭരണം നടത്തിയത്. ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ ഒരിക്കലും മറക്കരുത്. ചാണക്യൻ വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച സത്വം ഇതാണ്: ഗുരുവിനെ തെറ്റിദ്ധരിച്ചതിനാൽ മനം നൊന്ത് ഉമ്മത്തിയിൽ നീറുമരിച്ച സുകുമാര കവിയുടെ കഥ വലിയൊരു ആദർശമാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ചാണക്യൻ ഇങ്ങനെ എഴുതിയത്: ഗൃഹീത്വാ ദക്ഷിണാം വിപ്രാ ത്യജന്തി യജമാനകം പ്രാപ്ത വിദ്യാം ഗുരും ശിക്ഷ ദഗ്ധാരണ്യം മൃഗാസ്തദാ.